എൻ്റെ ഈ നിപ്പ് കണ്ടപ്പോൾ തോന്നിയോ ഇവിടെ ഭയങ്കര തീവ്രമായ തണുപ്പാണെന്ന്, കൊടൂരമായ തണുപ്പാണ്, സഹിക്കാൻ പറ്റാത്ത തണുപ്പാണെന്നൊക്കെ. ദാ ഒരാൾ വരുന്നുണ്ട്, ഒരു കൂസലും ഇല്ലാണ്ട്. ഇപ്പം മനസ്സിലായി കാണുമല്ലോ എനിക്ക് തണുപ്പ് സഹിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന്. എനിക്ക് ഒട്ടും തണുപ്പ് പറ്റില്ലടാ. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ദാ ഇച്ചിരി തണുപ്പ് വന്നപ്പോഴേക്കും പതുക്കെ സ്വെറ്ററിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അമ്മയുടെ അതേപോലെയാണ് ഞാൻ ഓരോ സമയം കഴിയും തോറും എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ശീലങ്ങളൊക്കെ ഞാൻ പിന്തുടരുമ്പോഴാണ്. എല്ലാവർക്കും നമ്മുടെ വല്ലൂരിൻ്റെ മറ്റൊരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. രാവിലെ 6:15 തൊട്ട് നമ്മുടെ ഇവിടെ ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും കേട്ടോ. പിന്നെ ഓരോ മണിക്കൂറിലും നമുക്ക് ബസ്സുകളുണ്ട്. 3-4 ബസ്സൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം 2 ആയിട്ട് ചുരുങ്ങി. നമ്മുടെ ഇവിടുത്തെ ജനസംഖ്യ അത്ര കുറവായ കാരണം കൊണ്ടേ അങ്ങനെ ദൂരെ മഞ്ഞുപാളികൾക്കിടയിലൂടെ ആകാശമൊക്കെ കാണുമാറായിട്ടുണ്ട്, കാടും. ഇന്നലെ നമുക്ക് നനയ്ക്കാൻ പറ്റിയില്ലായിരുന്നു, കാരണം കുറച്ച് എഡിറ്റിങ്ങും പർച്ചേസിങ്ങും ഒക്കെ ഉണ്ടായ കാരണം കൊണ്ടേ ഇന്നിപ്പോൾ കാലത്ത് എണീറ്റ് നനയും അതോടൊപ്പം തന്നെ അടിച്ചു വാരലും ഒക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഉണ്ട് ശ്രീകുട്ടൻ്റെ ഒരു വീഴ്ചയോട് കൂടി ഇതേ കിടക്കുന്നത്. നമുക്ക് ഈ ദിവസം ഇവിടെ ആരംഭിക്കാം കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു, ഇപ്പം അങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിലും പിള്ളേരൊക്കെ വീണും കാലും കൈയൊക്കെ ഒടിഞ്ഞും വളരണം എന്നാണ് പണ്ടുള്ള കാരണന്മാർ പറയാറ്. പക്ഷെ നമ്മുടെ നെഞ്ചൊന്നും പെടയൂല്ലേ. കുറച്ച് ദിവസമായിട്ട് ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ചെടിത്തോട്ടത്തിലത്തെ ശംഖുപുഷ്പം പൊട്ടിച്ചിട്ട് ഒരു വെള്ളം ഉണ്ടാക്കില്ലേ, നമ്മുടെ ശംഖുപുഷ്പം വാട്ടർ, അതുണ്ടാക്കണമെന്ന്. ഈ പൂക്കളൊക്കെ പറിക്കാൻ എനിക്ക് ഇത്തിരി താല്പര്യക്കുറവുണ്ടെന്നുണ്ടെങ്കിലും ഈ ശംഖുപുഷ്പം ഒരു ഒറ്റ ദിവസം അവിടെ വിരിഞ്ഞു വെക്കുള്ളൂ. നമ്മൾ 2 ഇതള മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, 125 രൂപ കൊടുത്തിട്ടാണ് മേടിച്ചത്. പക്ഷേ ഒറ്റ ഇതളമെന്നാണ് നമ്മളിന്ന് പൊട്ടിച്ചത്. അങ്ങനെ പൂക്കളെയൊക്കെ താലോലിച്ചും ശംഖുപുഷ്പമൊക്കെ പൊട്ടിച്ചും നിൽക്കുമ്പോഴാണ് നമ്മുടെ മുകളിലുള്ള ചക്കയെന്നൊരു മണം വരുന്നത്. അങ്ങനെ ചക്ക പൊട്ടിക്കാൻ ചെന്നപ്പോൾ എൻ്റെ നിറയെ നമ്മുടെ ഈ പപ്പക്കായ പഴുത്തുക്കണു കേട്ടോ. അങ്ങനെ അന്നന്നേക്ക് വേണ്ട സാധനങ്ങൾ അന്നന്ന് കൊണ്ടുപോകുന്ന ശീലമാണ് ഇപ്പോൾ നമ്മൾ പരീക്ഷിച്ച് നോക്കുന്നത്. അതായത് നമ്മുടെ കടയിലേക്ക് ഇപ്പോൾ ഇന്നൊരു 10 പപ്പക്കായ വിൽക്കുന്നുണ്ടെങ്കിൽ ഒരു 2-3 ചക്ക, അപ്പോൾ അന്നന്നേക്കുള്ള ഫ്രഷായിട്ട് നമുക്ക് കടയിൽ എത്തിക്കാമല്ലോ. ഞാനും ശ്രീകുട്ടനും മത്സരിച്ച് പപ്പക്കായും അതുപോലെ തന്നെ ചക്കയും ഒക്കെ പൊട്ടിച്ച് സെറ്റാക്കി ഭാഗ്യനെ കാത്തിരിക്കുകയാണ് കേട്ടോ. ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ശംഖുപുഷ്പം വീട്ടിലുണ്ടായപ്പോൾ തൊട്ട് ആഗ്രഹിക്കുന്നതാണ് അതിൻ്റെ ഒരു വെള്ളം ഉണ്ടാക്കി കൊടുക്കണം ഭാഗ്യനെന്ന്. പക്ഷെ പൂ പൊട്ടിക്കാനുള്ള മടി കൊണ്ടാണ് ഇത്ര നാൾ ചെയ്യാണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ ദാ നമുക്ക് ഒരു വയലറ്റ് കളർ വെള്ളം കിട്ടിയിട്ടുണ്ട്. ശ്രീകുട്ടൻ പറഞ്ഞ പോലെ വെള്ളത്തിന് കളർ മാറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ചെറുനാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ച് അതിനൊരു പിങ്ക് കളറാക്കി എടുക്കാം നമുക്ക്. ചെറുനാരങ്ങ പിഴിയുമ്പോൾ അതിന്റെ കളർ മാറും, പച്ചവെള്ളമാവും. കളർ മാറിയില്ലേ, നീല പോയി പിങ്ക് ആയില്ലേ. നമുക്ക് ദാ ഇത് ഭാഗ്യന് കൊടുത്തു നോക്കാം കേട്ടോ. ശരീരത്തിലൊക്കെ കാര്യമായ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് നമ്മളൊരു വർഷമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം ഈ വക സംഭവങ്ങളൊക്കെ. പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പപ്പക്കായും ചക്കയൊക്കെ ദാ വണ്ടിയിലാക്കി. അപ്പൊ എൻ്റെ അമ്മയും പോയി, ഞാൻ മാത്രം ഇവിടെ. അപ്പോൾ ആ പോവാ. ഓരോ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓരോ രീതിയിലാണല്ലേ. ഇനി നമുക്ക് പതുക്കെ പോയി കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വന്നാലോ. ഇത് നമ്മുടെ സീറല്ലേ? ഭാഗ്യന് ഇത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചപ്പോ സത്യം പറഞ്ഞപ്പോ ഭാഗ്യല്ലാണ് പരീക്ഷണം. ഞാൻ എന്തെങ്കിലും സംഭവം യൂസ് ചെയ്തിട്ടേ എനിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഷെയർ ചെയ്യുമല്ലോ. അങ്ങനെ ഞാൻ ഭാഗ്യന് ഷെയർ ചെയ്തതാണ് കേട്ടോ ഈ നമ്മുടെ ഒരു സിറം എന്ന് പറയുന്നത്. ഭാഗ്യന് നല്ല മാറ്റമുണ്ട്, സ്കിന്നൊക്കെ അത്യാവശ്യം ഡ്രൈ സ്കിന്നൊക്കെയാണ് ഭാഗ്യൻ്റെ. പിന്നെ നിറച്ച് ഈ പാട് വന്നിട്ടും നമ്മുടെ അലർജിക് റിയാക്ഷൻസ് വന്നിട്ടൊക്കെയുള്ള കുറച്ച് പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആളുടെ നല്ല കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മാജിക് സിറം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെടുത്തിയിട്ടില്ലേ, അതേ സെയിം കമ്പനിയിലെ തന്നെയാണ് ഇതേണ്ട. ഇത് നമ്മുടെ ഹിമാലയയുടെ ബ്രൈറ്റനിങ് വിറ്റാമിൻ സി ഓറഞ്ച് ഫേസ് സിറാണ് കേട്ടോ. അതായത് ഒരു 3 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ
സ്കിന്നിൽ മാറ്റം വരുന്നതാണ് പറയാറുള്ളത്. ഡെഡ് സ്കിന്നും അതുപോലെ തന്നെ സ്ട്രെസ്സും ഫ്രീ റാഡിക്കിൾസും നമ്മുടെ സ്കിന്ന് ഡള്ളും ഡീഹൈഡ്രേറ്റഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലേ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളൊരു ബ്രൈറ്റനിങ്ങും അതുപോലെ തന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ടും ഫീൽ ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഒരു നാച്ചുറൽ ഗ്ലോ തരുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഹിമാലയയുടെ ഈ ഒരു സിറം എന്ന് പറയുന്നത്. അതായത് ഹിമാലയ ബ്രൈറ്റനിങ് വിറ്റാമിൻ സി ഓറഞ്ച് ഫേസ് സിറം. 10 മടങ്ങ് നിയാസിനമൈഡും 5 മടങ്ങ് വിറ്റാമിൻ സിയും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ പവറുള്ള ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഓഫ് നേച്ചർ ആൻഡ് സയൻസ് ആണ് കേട്ടോ. 3 ദിവസത്തിനുള്ളിൽ ബ്രൈറ്റും അതുപോലെ തന്നെ ഗ്ലോ ആയിട്ടുള്ള നമുക്കൊരു സ്കിന്ന് ലഭിക്കും കേട്ടോ. ലൈറ്റ് വെയിറ്റ് ഫോർമുലയാണ്, പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യുകയും ചെയ്യും. മാത്രമല്ല ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഈവൻ ടോൺ ആയിട്ട് നമ്മുടെ സ്കിന്നിനെ വെക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. നിയാസിനമൈഡും വിറ്റാമിൻ സി ഉള്ള കാരണം കൊണ്ട് പിഗ്മെന്റേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. 2-3 ഡ്രോപ്പ് നമ്മൾ സിറം ഫേസിലും നെക്കിലും ദിവസത്തിൽ 2 വട്ടം നമുക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ ഒരു അപ്വേർഡ് മോഷനിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു ബോഡ് സ്പെറ്ററും സൺസ്ക്രീനും യൂസ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഈ പ്രോഡക്റ്റ് ആമസോണിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. മാത്രമല്ല ഹിമാലയയുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ അവരുടെ ആപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബാക്കി പരിപാടികളിലേക്ക് പോവാം അല്ലേ. വൈകും ഇന്നിപ്പോൾ ശ്രീകുട്ടന് ക്ലാസ്സില്ലാത്ത കാരണം കൊണ്ടാണ് ഇത്തിരി വൈകിട്ട് പോണത് കേട്ടോ. അല്ലെങ്കിൽ ശ്രീകുട്ടൻ്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങാറാണ് പതിവ്. അങ്ങനെ നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ പരിപാടികളൊക്കെ ആയിട്ട് അതായത് നമുക്കൊരു കട്ട കാപ്പി കുടിക്കാം കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. കാലത്തെ കഞ്ഞിക്ക് നമുക്ക് 1-2 ചേട്ടന്മാരുണ്ട്, പറമ്പിൽ പണിയുണ്ട് അവർ. അപ്പോൾ നമുക്ക് കടല ഉപ്പേരി വെച്ചിട്ട് കഞ്ഞി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കടല വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണല്ലേ. അത് ജസ്റ്റ് ഒന്ന് കാച്ചിയെടുത്താൽ മതി. ഞാനെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ നേരമില്ലാത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ തല ദിവസങ്ങളിൽ നമുക്ക് ഭക്ഷണമൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ കടല പയർ സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. ഗ്രീൻ പീൻസ്, ചെറുപയർ, നമ്മുടെ വൻപയർ അതൊക്കെ കഞ്ഞിക്ക് ആക്കലാണ് പതിവ് കേട്ടോ. ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ മുളകൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കാലത്ത് 1 ഗ്ലാസ് കട്ടൻ കാപ്പി. അത് പൊട്ടശീലാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞൂടാ. എനിക്കത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ന്യൂ ഇയർ ഒക്കെ അല്ലേ, ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താമെന്ന് പ്രതീക്ഷിക്കണം. പിന്നെ മാത്രമല്ല ഒരുപാട് കമ്പൽ ചെയ്ത ഡ്രസ്സിങ് ഒരു സ്ട്രെസ് ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ 4 പൊറോട്ട ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം ഇരുന്ന് നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ കട്ട കുത്താൻ തുടങ്ങി. മാത്രമല്ല നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ ഇതുപോലെ മുളയ്ക്കാനും തുടങ്ങി. എൻ്റെ കയ്യിൽ ഇത്ര നഖം വളരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അത് 2 ദിവസം കഴിയുമ്പോൾ ഒടിഞ്ഞു പോകും എന്നുള്ളത് കാരണം കൊണ്ട് അറിയാവുന്ന കാരണം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പൊതുവെ അത്ര വളരാറില്ല, മണ്ണിലൊക്കെ കുത്തി മാന്തണ കാരണം കൊണ്ടേ എപ്പോഴും ഒടിഞ്ഞു പോകാറാണ് പതിവ്. ഇപ്രാവശ്യം ഇങ്ങനെ വലുതായി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ. ഇപ്പോൾ ശ്രീകുട്ടൻ കണ്ടില്ലേ ആ തുണി വാരി പിടിച്ച് കൊണ്ടുപോയി കളഞ്ഞത്. അതുപോലെ നമ്മളൊരു പേപ്പറിലോ തുണിയിലോ ഇടുകയാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ആവില്ല. ഇതെനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയും, ശ്രീ ഒക്കെ ആ സിങ്കിലേക്ക് തട്ടേണ്ട, അതൊരു പേപ്പറിൽ ഇട്ടോളൂ എന്ന്. പക്ഷേ ഇവിടുത്തെ ചില കാര്യങ്ങൾ ഭയങ്കര തിരക്കിലാണ് ചില ദിവസങ്ങളിൽ നടക്കുക. അപ്പോൾ അതൊന്നും പറ്റാറില്ല. അങ്ങനെ നമ്മൾ ഉപ്പും പിന്നെ മുളകും കൂടിയിട്ടിട്ട് നമ്മുടെ ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അരിയല്ല, ചോറിന് വേണ്ടിയിട്ടുള്ള അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആശീർവാദിൻ്റെ ഈ ഒരു കട്ട കുത്തി തുടങ്ങിയായിരുന്നു. അപ്പം ഞാനതൊന്ന് അരിച്ച് അത് പൊറോട്ടയ്ക്ക് വേണ്ടി തയ്യാറാക്കി എടുക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ദോശ, ഇഡലി, പുട്ടൊക്കെയാണ് കൂടുതലും പോവുക. ഈ വക സംഭവങ്ങളൊന്നും കഴിക്കുകയില്ല. ഞാൻ പിന്നെ വല്ലപ്പോഴും ഒരു വെറൈറ്റിക്ക് കഴിക്കാം എനിക്കൊരു ആഗ്രഹം തോന്നിയപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് എണ്ണയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ തിരിച്ച ചൂടുവെള്ളമൊക്കെ ഒഴിച്ച്, നല്ല ചൂടുവെള്ളം ഒഴിക്കും ഞാൻ. നമ്മുടെ ഫിൽറ്ററിൽ നിന്ന് വരുമ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ടാവും. അതൊഴിച്ച് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സവോള, കറിവേപ്പിൻ്റെ ഇല, ഇഞ്ചി, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ചോപ്പർ കൂട്ടണിൽ നന്നായിട്ട് കുനുകുന അരിഞ്ഞെടുക്കാം. കുനുകുന അരിയണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇത്തിരി ഇങ്ങനെ കട്ട് ചെയ്തിടുന്നത്. അപ്പോൾ കുറച്ചും കൂടി നല്ല ഫൈനായിട്ട് നമുക്ക് ഇത് ചോപ്പ് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് മസാലയ്ക്ക് എടുക്കാം. ശ്രീകുട്ടൻ പൊട്ടിക്കാൻ പോകുന്ന സാധനം ഈ ചൈനീസ് മല്ലിയാണ് കേട്ടോ. ഇത് നല്ലൊരു നമ്മുടെ മല്ലിയിലയുടെ ഒരു മണം തന്നെ കിട്ടുന്നുണ്ട്. കുറച്ച് നാൾ മുന്നേ ഞാൻ ഡെൽസി ആൻറ്റീൻ്റെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് വെച്ചിട്ട് അതുണ്ടായില്ല. പിന്നെ ഇളയമ്മ പറഞ്ഞോട് നമ്മളത് ചെട്ടിയിൽ വെച്ച് നോക്ക് നല്ലതാന്ന് പറഞ്ഞപ്പോൾ ചെട്ടിയിൽ വെച്ചപ്പോൾ പിടിച്ച് നന്നായിട്ട് വലുതായി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ചിക്കനിലും അതുപോലെ തന്നെ
ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. ഞാനപ്പോൾ അത് 2 പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ശ്രീകുട്ടിന് ഭയങ്കര നിർബന്ധം അത് അതിലിടണം അമ്മാന്ന്. അപ്പോൾ നമ്മുടെ പുതിയ ചീനച്ചട്ടി ഒരെണ്ണം എടുത്ത് തയ്യാറാക്കി വെച്ചു, എണ്ണ ഒഴിച്ചു, അതിൽ നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ സ്പെഷ്യലായിട്ട് ഇടുന്നത് ജീരകമാണ്. ആ നോർത്ത് ഇന്ത്യൻ ടച്ച് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജീരകം, പെരിഞ്ജീരകം ഒക്കെ ആഡ് ചെയ്യണം. അതിൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി സവോള, കുഞ്ഞുള്ളി ഇടണമെങ്കിൽ അതും ഇടാട്ടോ, നല്ലൊരു ഫ്ലേവർ കിട്ടും. പച്ചമുളക് അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം, നന്നായിട്ട് വഴട്ടാം. കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഞാൻ അതിൽ ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴട്ടി എടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഉരുളൻകിഴങ്ങ് കൈ കൊണ്ട് തന്നെ ഉടച്ച് അതിലിട്ട് ഒരു നല്ല നമുക്കിങ്ങനെ ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ച് പരത്തുമ്പോൾ കഷ്ണം കഷ്ണം അല്ലാത്ത രീതിയിൽ കിട്ടണം. അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആലു പൊറോട്ടയ്ക്കുള്ള ആ ഒരു ഫില്ലിങ് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. പണ്ട് ഇതുപോലെ തന്നെ പൂനെയിലത്തെ കഥ പറയാണ്ട് നമ്മുടെ ഒരു വ്ളോഗുകൾ അവസാനിക്കാറില്ലല്ലോ. ചേച്ചിമാരുണ്ടാക്കി തരുന്ന ഓർമ്മയുണ്ട് ഇത്. ഒഴിവ് ദിവസങ്ങളിൽ, അതായത് ഞങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ വരുമ്പോൾ 10 ദിവസത്തെ ലീവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 1-2 ദിവസമൊക്കെ നമ്മുടെ ജയന്തി ജനതയിൽ ഇരുന്ന് വേര് പിടിക്കാൻ നിൽക്കാറില്ലേ ഞങ്ങൾ. മിക്കതും അവിടെ തന്നെ ചേച്ചിമാരുടെ കൂടെ ഒരു വട്ടേ വരുള്ളൂ. വെക്കേഷന്, വലിയ വെക്കേഷന് മാത്രമേ നാട്ടിലേക്ക് വരലുള്ളൂ. അപ്പോൾ ആ 10 ദിവസത്തിൻ്റെ ഇടയിൽ ഞങ്ങളുടെ പരിപാടികളാണ് ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ. ഞങ്ങൾക്ക് വേറെ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ ലേഡീസിൻ്റെ കുറച്ച് പിള്ളേർ ഒരുമിച്ച് താമസിക്കുന്ന ഏരിയ ആയ കാരണം കൊണ്ട് ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സീനിയർ ചേച്ചിമാരും അപ്പുറത്തുള്ള റൂമിലത്തെ ചേച്ചിമാരും ഒക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കി ഷെയർ ചെയ്യുന്ന ഓർമ്മകളൊക്കെ വരാറുണ്ട് കേട്ടോ. ഞങ്ങളുടെ കൂടെ ഒരുപാട് സീനിയർ ചേച്ചിമാരും അതുപോലെ തന്നെ ജൂനിയേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കും. അങ്ങനെ ഞങ്ങൾ പരീക്ഷിച്ചിട്ടുള്ളതാണ് ഞങ്ങളുടെ ഈ ആലു പൊറോട്ട എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ വലിയ വലിയ ഓർമ്മകളല്ലേടോ. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് അങ്ങോട്ട് ഓടി വരും. അത് വലിയൊരു മിസ്സിങ് ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ പഠിക്കുന്ന കാലഘട്ടത്തിലേക്കൊന്നും തിരിച്ചു പോകാൻ തോന്നുന്നില്ല എന്നുണ്ടെങ്കിലും ആ ഹോസ്റ്റൽ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് തോന്നാറുണ്ട്. അത്രയും ഹാപ്പി ആയിരുന്നു ഞാൻ ആ കാലഘട്ടങ്ങളിലൊക്കെ. അതിന് തിരിച്ചു കിട്ടില്ല എന്നറിയാമെന്നുണ്ടെങ്കിലും ഇതുപോലത്തെ ഓർമ്മകൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ട് ഇങ്ങനെ പറന്ന് പറന്ന് വരും. അപ്പോൾ അങ്ങനെ പറന്ന് പറന്ന് പോകുന്ന നല്ല ആലു പൊറോട്ട നമ്മൾ ഉള്ളിൽ ഫില്ലിങ്സ് ഒക്കെ വെച്ച് പരത്തി തയ്യാറാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ടാക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല്ലേ. ഞാൻ ഈ വളവള പറയുന്നതിൻ്റെ ഇടയിൽ അത് നമ്മൾ ചെറുതായിട്ടൊന്ന് പരത്തുന്നു, അതിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നു. നമ്മുടെ മോമോസിനൊക്കെ നമ്മളിങ്ങനെ ഞൊറിഞ്ഞ് വെക്കില്ലേ, അതുപോലെ അരിക് ഇങ്ങനെ ഞൊറിഞ്ഞ് വെച്ച് അത് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് വീണ്ടും നമ്മൾ ഇതുപോലെ ആക്കി എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ആലു പൊറോട്ട റെഡിയാണ്. ഇതിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ട. അങ്ങനെ അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഇളയമ വന്നിട്ട് എനിക്ക് മീൻ നന്നാക്കി തന്നത്. ഞാൻ മീൻ സിങ്കിലിട്ട് വെക്കായിരുന്നു കേട്ടോ ഐസ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇളയമ വന്നിട്ട് പറഞ്ഞു, ഇന്നെൻ്റെ മോൾക്ക് ഷൂട്ടുണ്ടോ, എന്നാൽ പിന്നെ ഇളയമ നന്നാക്കി തരാമെന്ന് പറഞ്ഞു. ആക്ച്വലി ഇളയമ വന്നത് ഇന്ന് ചക്കയിടാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് ഇന്നൊരു ചക്കയിട്ട് ഉപ്പേരി വെക്കണം എന്ന് വലിയ ആഗ്രഹം. അങ്ങനെ ഞാൻ ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ളതും നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളതും ആലു പൊറോട്ട തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഫോയിൽ പേപ്പറിൻ്റെ ഇടയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നാളെ ഇതന്നെ കഴിക്കാമല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പ്ലാനിങ്? കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ചതാണ് ഈ സോപ്പിൻ്റെ കുഞ്ഞു പേപ്പർ സോപ്പില്ലേ അത്. അപ്പോൾ അളാമയ്ക്ക് പരീക്ഷണത്തിനായിട്ട് ശ്രീകുട്ടൻ കൊടുക്കുകയാണ്. ശ്രീകുട്ടൻ നമ്മുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ടോയ്സ് ഒന്നും ആവശ്യപ്പെടുന്നില്ലെങ്കിൽ ഈ വക സംഭവങ്ങളൊക്കെ ആൾ ഷോർട്സിലൊക്കെ കണ്ടിട്ടേ അതൊക്കെ വേണമെന്ന് പറയാറുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ മേടിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഇളയമാരെ കൂടി ഇരുന്നിട്ടായിരുന്നു ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ബാക്കിയുള്ളതാണ് കേട്ടോ നമ്മൾ ഒരു 3-4 ഇതുപോലെ ഫോയിൽ പേപ്പറിൽ ഇങ്ങനെ ആക്കിയിട്ട്, ബട്ടർ പേപ്പർ തന്നെ കഴിഞ്ഞായിരുന്നു കേട്ടോ. ബട്ടർ പേപ്പറാണ് നല്ലത്. ഫോയിൽ പേപ്പറിൽ വെക്കുമ്പോൾ നമ്മൾ എണ്ണ പുരട്ടി വെക്കണം, അല്ലെങ്കിൽ പിറ്റേ ദിവസം എടുക്കുമ്പോൾ ഇത് സെറ്റായിട്ട് കിട്ടില്ല. ഫോയിൽ പേപ്പർ മുഴോ അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി മുഴോ നമ്മൾ എണ്ണ പുരട്ടി വെക്കണം. പിന്നെ ഈ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ എപ്പോഴും കഴുകി വൃത്തിയാക്കി തുടച്ച് ഇതുപോലെ എണ്ണ പുരട്ടി എടുത്ത് വെച്ചില്ലെങ്കിൽ അതിലും ഇതുപോലെ കറയൊക്കെ വരും കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഒരിത്തിരി മഞ്ഞൊക്കെ മാറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ആ ദിവസത്തിന് ഒരു തുടക്കം ഇട്ടപ്പോൾ തോന്നിയതാണ് ചക്ക ഉപ്പേരി വയ്ക്കണം എന്നുള്ള കാര്യം. കുറേ ദിവസമായി വിചാരിക്കണം ചക്ക ഉപ്പേരി വയ്ക്കണം എന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇളയമേനെയും കൂട്ടി ചക്ക പറിക്കാനായിട്ട്, ചക്ക ഇടാനായിട്ട് പോവാ. ചക്ക ഇട്ടിട്ട് പോയോ? എനിക്ക് ഈ ചക്കയുടെ മൂപ്പ് നോക്കാൻ അറിയില്ല കേട്ടാ. അപ്പൊ ഇളയമ പറയാ എനിക്കും അറിയില്ല മോളെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പോണ പോക്കാണ് അത്. ഒരു പ്ലാവുമ്പോ ചക്ക കേട്ടോ. ഈ ചക്ക എന്താ ഉണ്ടായെന്നറിയോ? ഒരു ദിവസം ഉണ്ടല്ലോടാ, ഇത് ഇങ്ങനെ ഉണ്ടാവുമ്പോ ഈ ഒമ്പടക്കം ഒടിഞ്ഞു വീണു. എന്താ ചിരിച്ച് കേടാവുക. ചില ചക്കകളുടെ ഉള്ളിൽ കറുപ്പ് കളർ വീഴുക ഒക്കെ ഉണ്ട്. മറ്റേത് കൂടെ എണ്ണ മതിയാവോ നമുക്കത്?
ചക്ക കടയിലുണ്ടാവും കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കടയിലേക്ക് വരുന്നുണ്ടെങ്കിൽ കടയിലേക്ക് കൊടുത്തോ. കഴിഞ്ഞ ദിവസം ഉള്ള ചക്കയൊക്കെ ഇട്ട് കടയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അത് ആ ചക്കയമ്മ ഒരു വലിയൊരു ഓട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഇളയമ്മ അതൊക്കെ വെട്ടി നോക്കിയപ്പോൾ ഓട്ട വലിയ കുഴപ്പമായിട്ട് ഉള്ളിലേക്ക് എത്തിയിട്ടില്ല. പാകത്തിന് കേടില്ല, അത് ഉള്ളിലേക്ക് എത്തിയിട്ടില്ല, അതുകൊണ്ട് കേട്. ചക്ക വെട്ടുന്ന ആ ഒരു സീൻ വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതാണ് എൻ്റെ കൈ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഉണ്ട, ഒരു വലിയ വടി, ആ വടിയുടെ തുമ്പത്ത് ഒരു ഉണ്ട ഉണ്ടാവും പന്തം പോലെ. അത് ആ ഉണ്ട കാക്കിയെടുക്കുന്നത് വർഷങ്ങൾ കൊണ്ടാണ്. എന്താണെന്നറിയോ, ഈ പശ ഇങ്ങനെ ചെറുതായിട്ട് ആ വടിയുമ്പോൾ ചുറ്റി 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 വലിയൊരു ഉണ്ടാക്കി എടുക്കും ചക്കപ്പശയുടെ. അതാണ് എല്ലാം ഒട്ടിക്കാനായിട്ട് പണ്ട് ഉപയോഗിക്കുക. അതായത് കലങ്ങളും ബക്കറ്റുകളും ഒക്കെ ഒട്ടിക്കുന്നത് ഈ അരക്കൊണ്ട. അപ്പോൾ അതെനിക്ക് ഓർമ്മ വന്നു കേട്ടോ പെട്ടെന്ന്. ആ ചക്കയും ഇങ്ങനെ നിറച്ച് പശ കണ്ടപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ചക്കയൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട്. എൻ്റെ 3 മാർജാര സന്തതികൾ അത് അടുപ്പം വെച്ച് കത്തിക്കും. അങ്ങനെ ഞങ്ങൾ ചക്ക സെറ്റാക്കി എടുക്കുകയാണ്. ഇളമയാണ് കേട്ടോ എനിക്ക് നന്നാക്കി തന്നത്. ഞാൻ കുറച്ച് നേരം നന്നാക്കി. എനിക്ക് ഈ കുരുവൊക്കെ നന്നാക്കി ഇട്ടിട്ടുള്ള ചക്ക കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതും നല്ല മീൻ കൂട്ടാൻ്റെ ഒപ്പം. അതാണ് മീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ചക്ക നന്നാക്കാനും അതുപോലെ തന്നെ ഈ വക പരിപാടികൾക്കൊക്കെ ഉണ്ടല്ലോ നല്ലൊരു വശം വേണമെന്ന് പറയില്ലേ, അത് ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ തലമുറയ്ക്ക് ഇത് നന്നായിട്ടുണ്ടാവും കേട്ടോ. കാരണം ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളിത് കണ്ടുവന്ന കാരണം കൊണ്ട് ഞങ്ങൾക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പറ്റാറുണ്ട് അല്ലേ. നമ്മുടെ ചേച്ചിമാർ എൻ്റെ പ്രായമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മളത് ചെറുപ്പത്തിൽ നമുക്കൊരു നൊസ്റ്റാൾജിയ അല്ലേ, അയൽപ്പക്കക്കാരൊക്കെ കൂടി ഒന്ന് ചക്ക നന്നാക്കുന്ന ആ ഒരു സീൻ. അങ്ങനെ നമ്മൾ കടല ഉപ്പേരി വയ്ക്കാൻ പോവാണ്. ചേട്ടന്മാർക്ക് കഞ്ഞി കൊടുക്കണ്ടേ. സാധാരണ നമ്മൾ ഉപ്പേരി വയ്ക്കുന്ന പോലെ തന്നെയാണ് ഇന്ന് ഉപ്പേരി വെച്ചത് കേട്ടോ. നമ്മൾ വറുത്തരച്ചൊക്കെ കടല ഉപ്പേരിയും ചാറുകറിയും ഒക്കെ വെക്കാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ അങ്ങനെയൊന്നും ചെയ്തില്ല. ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളകും അതോടൊപ്പം തന്നെ കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് മുളക് പൊടി നന്നായിട്ട് മൂപ്പിച്ച് അതിലേക്ക് വേവിച്ച് വെച്ച ഈ കടല അങ്ങോട്ട് ഇട്ട് കൊടുത്ത്, ആ കടല വെള്ളത്തോടെ തന്നെയാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം അങ്ങോട്ട് വറ്റിച്ചെടുക്കും. അതാണ് നമ്മുടെ കടല ഉപ്പേരി. അതിൻ്റെ ഒപ്പം അച്ചാറും ഉണ്ടാവും, അല്ലെങ്കിൽ നാളികേരം ചമ്മന്തിയൊക്കെ ആയിട്ട് നമ്മൾ ചേട്ടന്മാർക്ക് ചോറ് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇത് കഞ്ഞി ഉണ്ടാവുമല്ലോ, കഞ്ഞി നല്ല വെള്ളമായിട്ടല്ലേ ഇരിക്കുക. ആ കഞ്ഞിയിൽ ഇവരത് അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി കഴിക്കുമ്പോൾ ചേട്ടന്മാർ പറയാം പിന്നെ ഉച്ചയ്ക്ക് ഒരു മണി വരെ വിശക്കില്ല എന്നാ പറയാ. അങ്ങനെ നമ്മൾ ചക്ക നന്നാക്കിയതും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. ഇതും പച്ചമുളക് അരിഞ്ഞിട്ടിട്ട് തന്നെയാണ് ചെയ്യുക. ഞാൻ എല്ലാത്തിലും പച്ചമുളക് അരിഞ്ഞിടും കേട്ടോ. പച്ചമുളക് ഇട്ടാൽ രണ്ടുണ്ട് കാര്യം. മുളക് പൊടി കുറവ് ഇട്ടാൽ മതി. മാത്രമല്ല പച്ചമുളകിൻ്റെ ആ ടേസ്റ്റ് ഒരു പ്രത്യേകതയല്ലേ. ഉപ്പിട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതൊന്ന് വേവിക്കാൻ വെക്കാം. നമ്മൾ വാളംപുളിയിലാണ് കേട്ടോ ഇന്ന് മീൻ കൂട്ടാൻ വെക്കണത്. അതാണ് ഞാൻ അത് എടുത്ത് പൊന്തിച്ച് കാണിച്ചത്. അങ്ങനെ നമുക്ക് ആദ്യം മീൻ കൂട്ടാൻ വെക്കാം. ഞാൻ സാധാരണ നമ്മൾ മീൻ കൂട്ടാൻ വെക്കുന്ന പോലെയാണ് വെക്കുന്നത്. ഇപ്പോൾ ചക്ക കൂട്ടാൻ്റെ കൂടെ ഈ ചാള കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതാണ് ഞാൻ നിങ്ങൾക്കത് ഇങ്ങനെ കാണിച്ച് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുള്ളൂ, മല്ലിപ്പൊടി ഇടില്ല കേട്ടോ. എന്നിട്ട് തക്കാളിയും കൂടി നന്നായിട്ട് അടിച്ചൊഴിച്ച് അതിലേക്ക് വാളംപുളി ഉണ്ടല്ലോ പിഴിഞ്ഞ് നന്നായിട്ട് ചാറെടുത്ത് അതും കൂടി ഒഴിച്ച് ആ ഒരു ചാറ് നന്നായിട്ട് വറ്റി വരില്ലേ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ചാള കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു വറ്റിച്ച് ചാള കൂട്ടാൻ കിട്ടും കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. എനിക്ക് നോൺ വെജ് വയ്ക്കാനാണ് ഏറ്റവും എളുപ്പം വെജിനേക്കാളും. വെജൊക്കെ ആകുമ്പോൾ എനിക്ക് എപ്പോഴും നാളികേരമൊക്കെ അരച്ചൊഴിക്കുകയൊക്കെ വേണം. പിന്നെ നാളികേരം ഇവിടെ ഭാഗ്യന് ഇത്തിരി അലർജിയാണ്. അത് കാരണം കൊണ്ട് നമ്മൾ നാളികേരം പാലും ഒന്നും കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് നമ്മളെപ്പോഴും വറ്റിച്ച് വെച്ചിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചക്കയും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ മീൻ കൂട്ടാനും സെറ്റായിട്ടുണ്ട്. ഇതൊക്കെ പണ്ടത്തെ ഒരു ഓർമ്മയാണ് കേട്ടോ. പണ്ട് എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ പാടത്തും പറമ്പിലൊക്കെ പണിയെടുത്ത് വരുമ്പോൾ ഈ ചക്കക്കൂട്ടാൻ 4 മണിക്ക് കട്ടൻ ചായയോടൊപ്പം ഇതുപോലെ കുറച്ച് ചാറൊക്കെ ഒഴിച്ചങ്ങോട്ട് കൊടുക്കും. ഈ മീനിൻ്റെ ചാറ് വറ്റിച്ചതൊക്കെ ഒഴിച്ചങ്ങോട്ട് കൊടുക്കും. എൻ്റെ മക്കളെ അതിൻ്റെ ഒരു ടേസ്റ്റ്, ആ ചൂട് നല്ല എരിവുള്ള ആ ഒരു ചക്കക്കൂട്ടാൻ, എൻ്റെ വായിൽ വെള്ളം വരുന്നടാ. എന്നിട്ട് അതോടൊപ്പം തന്നെ നല്ല ചൂടുള്ള കട്ടൻ ചായയും, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നേ നമ്മുടെ. അപ്പോൾ ഇത് നമ്മുടെ ചക്കക്കൂട്ടാൻ കാച്ചാൻ വേണ്ടിയിട്ടാണ്. ഒരു ഇഞ്ചി ഞാൻ ഇട്ടിട്ടുണ്ട്, കാരണം ഗ്യാസ് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ധാരാളം വെളുത്തുള്ളി, കുഞ്ഞുള്ളി, പിന്നെ നല്ല കാന്താരി മുളക് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പൊട്ടിച്ചത് ഇതാ നന്നായിട്ട് ചതച്ചെടുക്കുക. അതൊരു നല്ല നാട്ടൻ വെളിച്ചെണ്ണയില്ലേ, ആട്ടിയ വെളിച്ചെണ്ണ, അതിലിങ്ങനെ മൂത്ത് വരണം കറിവേപ്പിൻ്റെ ഒരു ഇതിൽ. നമ്മൾ പിന്നെ മുളക് പൊടി ഒന്നും ചേർക്കില്ല കേട്ടോ. ഇടിച്ച മുളക് ഇട്ടിട്ട് നമുക്കിത് കാച്ചാം. അത് വേറെ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലാണ്. ഇത് വേറെ ഒരു ഇങ്ങനെ വെള്ളക്കൂട്ടാൻ എന്ന് പറയും. നമ്മളിപ്പോൾ ചക്ക വെള്ളക്കൂട്ടാൻ വെച്ചു എന്നാണ് പറയുക. അതായത് മുളക് പൊടി ഇടാണ്ട് പച്ചമുളക് മാത്രം ഇട്ടിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ ആ ചക്കയിൽ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടുള്ള ഒരു ഫീലല്ലേ വരുന്നത്. പക്ഷെ മഞ്ഞപ്പൊടി ഒന്നും തൊട്ടിട്ടേ ഇല്ല കേട്ടോ. ആ ചക്കയുടെ ഒറിജിനൽ കളറാണത്. ഇപ്പം ചക്ക കിട്ടാത്തവർ വരുമ്പോൾ എന്നെ ഇങ്ങനെ പറയണ്ടാവും, ഇവളിതിങ്ങനെ കാണിച്ച് കൊതിപ്പിക്കുക അല്ലാണ്ട് ഇത് ഞങ്ങൾക്ക് തിന്നാനുള്ള യോഗമില്ലല്ലോ എന്ന്. പക്ഷെ ചക്കക്കാലം ആയിടാ. ഇപ്പം എല്ലാ വീടുകളിലും ചക്ക ഇടിയും ചക്കയൊക്കെ ആയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇടിയും ചക്കയും നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ
വെച്ച് നോക്കും, അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഇപ്പോൾ ചക്ക ഇത് അവൈലബിൾ ആയ കാരണം കൊണ്ട് നമുക്ക് കൊതി തീർക്കാൻ ഈ സംഭവം ഉള്ള കാരണം കൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ചക്ക കൂട്ടാൻ സെറ്റായിട്ടുണ്ട് മക്കളെ, സെറ്റായി. അപ്പം മീൻ കൂട്ടാനും ചക്ക കൂട്ടാനൊക്കെ ആയിട്ട് ഒരു പിടുത്തം പിടിക്കണം. ഇനി നമുക്ക് ഡെൽസി ആൻറ്റിക്കും എളാമ്മയ്ക്കും കൊണ്ടു കൊടുക്കാം കേട്ടോ, ഓരോരോ പോർഷൻസ് ആയിട്ട്. ആക്ച്വലി ചക്കക്കൂട്ടം കാണുമ്പോൾ ഞങ്ങളുടെ പിള്ളേർ സെറ്റുകളെല്ലാവരും പുറത്താണേ, ഗൾഫിലും അതുപോലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. അവർ വിചാരിക്കുക, അവരിപ്പോൾ വിളിക്കുക തന്നെ, ചേച്ചി എന്നാൽ ഈ ചെയ്തി ഞങ്ങളോട് ചെയ്യണ്ടായിരുന്നു എന്നിട്ട്. കാരണം ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ ഉള്ളിലുള്ളവർക്ക്. നമ്മളിത് ചെറുപ്പം തൊട്ടേ കഴിച്ച് ശീലിച്ചിട്ടുള്ള കാരണം കൊണ്ടേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലുകൾ കണ്ടോ, കടലുപ്പേരി, ചക്കക്കൂട്ടാൻ, അതുപോലെ തന്നെ ചാള വറ്റിച്ചത്. ഹൗ, ഇതും കൊണ്ട് നമുക്കിനി മുകളിലേക്ക് പോവാം കേട്ടോ, അതായത് ഏളാമ്മയുടെയും ഡെൽസി ആൻറ്റിയുടെ അടുത്തേക്ക് പോവാം. എടാ എങ്കടായിരിക്കും ശ്രീകുട്ടൻ്റെ ആ ചോദ്യം കണ്ട, എങ്കടായിരിക്കും, അതത്രേ ഉള്ളൂ. മുകളിലേക്ക് അവനറിയാം ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇച്ചിരി സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ അത് ഇവിടേക്കോ അവിടേക്കോ എത്തുമെന്ന്. അങ്ങനെയുള്ള അയൽപ്പക്കങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും, ഉണ്ടെങ്കിൽ ഭയങ്കര ഭാഗ്യവതികളും ഭാഗ്യവാന്മാരാണ് കേട്ടോ. അതൊക്കെ കിട്ടാൻ ഭയങ്കര പാടാന്നേ. ഇവിടെ ഭാഗ്യം വന്നു ഗൈസ്. കാന്താരി മാത്രമേ ഉള്ളൂ. ക്രിസ്മസ് പർച്ചേസിന് പോവാം. അപ്പോൾ ഭാഗ്യന് പറഞ്ഞത് അതാ, ചക്കക്കൂട്ടാൻ കഴിക്കുമ്പോൾ പഴയ ഓർമ്മയ്ക്ക് പോകുന്നുള്ളത്. ആ ഒരു നൊസ്റ്റാൾജിക് മൊമെന്റ് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ, ചില ഫ്രാഗ്രൻസുകൾ മണങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ചില ഓർമ്മകളിലേക്ക് ഇങ്ങനെ വഴുതി വീഴാറില്ലേ, അതുപോലെ ഒരു ഓർമ്മയാണ് ഇവിടെ ചക്കക്കൂട്ടാനും. അപ്പം നമ്മൾ അങ്ങനെ കൂട്ടാനൊക്കെ കഴിച്ച് പതുക്കെ നമ്മൾ തൃശ്ശൂർക്ക് നമ്മുടെ ക്രിസ്മസ് പർച്ചേസിന് വേണ്ടി പോവാണ് കേട്ടോ. കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ റീല് കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഭാഗ്യം തുണികളൊക്കെ എടുത്തിട്ട് നമുക്ക് പതുക്കെ തൃശ്ശൂർക്ക് പോകാന്ന് പറഞ്ഞു. ഇത് ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ ഫോൺ പിടിച്ച് നിൽക്കുമ്പോൾ ഭാഗ്യം വരുന്ന ഒരു സീനാണ് കേട്ടോ. ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് വരുന്നതാ, പക്ഷെ അത് വീഡിയോ ആയിരിക്കും. അതാണ് ഞാൻ ആ കള്ളച്ചിരി ചിരിക്കുന്നത്. അങ്ങനെ ഒരു സന്ധ്യയൊക്കെ ആയപ്പോൾ നമ്മൾ പതുക്കെ കെട്ടും കടയെടുത്ത് പോവുകയാണ് മക്കളെ, നമ്മുടെ തൃശ്ശൂരിലോട്ട് പോവുകയാണ്. തൃശ്ശൂരിൽ നിന്ന് ഇവിടേക്ക് പോകാനായിട്ട് 10-17 കിലോമീറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ തൃശ്ശൂർ എത്തിയിട്ടാ. ഇതാണ് ഞങ്ങളുടെ തൃശ്ശൂരിൻ്റെ ആകാശവാണി നിങ്ങൾ ആദ്യമായിട്ട്. ബസ്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ചേച്ചിയും ഞാനും കുഞ്ഞനും ശ്രീകുട്ടനാണ് വന്നത്. ഭാഗ്യൻ വേറെ കടയിലത്തെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയി. പിന്നെ ഈ വക പർച്ചേസിനും കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ പുത്തമ്പള്ളിയുടെ ബാക്കിലേക്കാണ് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗ്യം പറയും, എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ പോയിട്ട് വന്നോ, ഞാനില്ലാന്ന്. കാരണം ഞങ്ങൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ള കാര്യം ഭാഗ്യന് നല്ല ഉറപ്പുണ്ട്. ഞങ്ങളുടെ കൂടെ വന്നാൽ പെടുന്ന ഉറപ്പുണ്ട്. അങ്ങനെ ഇതേ കണ്ടോ, നമ്മുടെ ആകാശപാതയുടെ മുകളിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് കേട്ടോ. അവിടെ കയറി ചുറ്റും നമ്മുടെ ആ ഒരു ഏരിയ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. കണ്ടോ, ഇതുപോലൊരു കാഴ്ച എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു ഇവിടെ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന്, പക്ഷെ എനിക്കത് ഭയങ്കര വെറുത്തായിട്ട് തോന്നി. നമ്മുടെ തൃശ്ശൂരിൻ്റെ നഗരസഭ ചെയ്ത നല്ലൊരു കാര്യം. ഇത് കേന്ദ്ര സർക്കാർ പദ്ധതിയാന്ന് തോന്നുന്നു അല്ലേ, അറിഞ്ഞൂടാ. എന്തായാലും ചുറ്റുമൊക്കെ നോക്കുമ്പോൾ നമ്മുടെ തൃശ്ശൂർ നല്ല ഭംഗിയിൽ കാണാനുണ്ട്. ആകാശപാതമയ്ക്ക് കയറി പറ്റാനായിട്ട് ലിഫ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഫുൾ AC ആണ്. ഭയങ്കര നല്ല രീതിയിൽ നമുക്ക് ചുറ്റും നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ റൗണ്ട് ഇങ്ങനെ മൊത്തം ഇങ്ങനെ കാണാം. അയ്യോ, ശക്തനാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ ശക്തൻ്റെ തമ്പുരാൻ്റെ പ്രതിമയും തിരിച്ചു വന്നിട്ടുണ്ട്. അതിനെ റിവീൽ ചെയ്തിട്ടില്ല. ഇത് മാർക്കറ്റാണ്, നമ്മുടെ തൃശ്ശൂർ മാർക്കറ്റിൻ്റെ മേൽക്കൂരയാണ് ഈ കാണുന്നത്. മേൽക്കൂര കാണാൻ ഭംഗിയില്ലെങ്കിലും താഴെ അത്യാവശ്യം നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിവിടെ. അയ്യോ സോറി, എൻ്റെ തമാശ കേട്ട് കുഞ്ഞൻ ഭയങ്കര ചിരി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പുലിക്കളിയുടെ കുറേ പോസ്റ്ററൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ മാർക്കറ്റ്. ഇവിടെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉള്ളൊരു സെക്ഷനാണ്. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തൊരു അമ്പലമുണ്ട്, ഇരട്ടച്ചിറ ശിവക്ഷേത്രം. അത് കഴിഞ്ഞ് നമ്മളങ്ങനെ നേരെ നടക്കുമ്പോൾ നമ്മുടെ പുത്തമ്പള്ളിയുടെ സൈഡിലേക്കുള്ള വഴിയെത്തും. നമ്മുടെ എന്താ പറയുക, മുനിസിപ്പൽ സ്റ്റാൻഡിലേക്കുള്ള വഴിയെത്തും, പുത്തമ്പള്ളിക്കുള്ള വഴിയെത്തും. അവിടെ നിന്ന് നമ്മൾ ചെരുപ്പൊക്കെ മേടിച്ച് സെറ്റായിട്ടാണ് നമ്മൾ ബാക്കി പർച്ചേസിന് ഇറങ്ങുന്നത് കേട്ടോ.
This one. മറ്റുള്ളവരുടെ ജീവിതത്തിലത്തെ സന്തോഷമാവാൻ നമുക്ക് കഴിയാന്നുള്ളത് ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. വല്ലപ്പോഴെങ്കിലും എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനമുള്ള കാരണം കൊണ്ട് ചേച്ചിക്കായാലും കുഞ്ഞിനായാലും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വല്ലപ്പോഴും മേടിച്ചൊക്കെ കൊടുക്കാൻ പറ്റുന്നത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് മേടിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന സ്നേഹമല്ല, പക്ഷെ അത് അവർക്ക് പറയാനായിട്ട് ചിറ്റി ഉണ്ടല്ലോ എന്നുള്ളൊരു ഓപ്ഷൻ, അത് എനിക്ക് സത്യം പറഞ്ഞാൽ യൂട്യൂബ് ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു അവസരമാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനോട് പറയാം ചിറ്റയ്ക്ക് ഇത് വേണം കേട്ടോ എന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മക്കളെ പ്രാപ്തരാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിൽ എത്തി എന്നുള്ള കാര്യമാണ് കേട്ടോ. വർണ്ണശബളമായിട്ടുള്ള ഒരു കാഴ്ചയാണ് പുത്തമ്പള്ളിയുടെ പിന്നിൽ ഇപ്രാവശ്യം നമ്മുടെ ക്രിസ്മസിന് വേണ്ടിയിട്ട് അരങ്ങേറിയിട്ടുള്ളത് കേട്ടോ. എൻ്റെ മക്കളെ നിങ്ങൾ ഒരിക്കലെങ്കിലും അവിടെ ഒന്ന് പോയിട്ട് നമ്മുടെ മക്കളെ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് നടത്തണം. എത്രയോ വെറൈറ്റികളാണ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്ന കുഞ്ഞ് മാല ബൾബുകളും നക്ഷത്രങ്ങളൊന്നും അല്ല കേട്ടോ. ഇപ്പം കണ്ടാ നിയോൺ സ്റ്റാറുകൾ, അതുപോലെ തന്നെ നക്ഷത്രങ്ങളിൽ തന്നെ പല പല വെറൈറ്റികൾ, മാല ബൾബിൽ തന്നെ മത്തങ്ങ തൊട്ട് ആന വരെയുള്ള സംഭവങ്ങൾ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ യുജീനിയമൊക്കെ നിറച്ച് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന യുജീനിയമൊക്കെ നിറച്ച് മാല ബൾബ് ഇടാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ അത് നമ്മൾ മേടിക്കുകയാണ് കേട്ടോ. നമ്മൾ പൊതുവെ പർച്ചേസിന് ഇറങ്ങുമ്പോൾ ഇവിടെ ഷബീർക്കയുടെ കടയുണ്ട്, കേരള ഫാൻസി. അവിടെ നിന്നാണ് ഒരുവിധം സംഭവങ്ങളൊക്കെ മേടിക്കാറുള്ളത്. എനിക്ക് നല്ല ഡിസ്കൗണ്ടിൽ എല്ലാം തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ ക്രിസ്മസ് ബന്ധമല്ല, ഇത് നമ്മുടെ പ്രേവിച്ചേട്ടനുണ്ടല്ലോ, ചിത്തു ലെക്സ് ഗോ വിത്ത് ചിത്രാലത്തെ ചിത്തുവിൻ്റെ ചേട്ടനില്ലേ, പ്രേവിച്ചേട്ടൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഷബീർക്ക. അങ്ങനെയാണ് ഞാൻ ഷബീർക്കനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഷബീർക്കയുടെ കടയിൽ നിന്നായി പിന്നെ പർച്ചേസിങ് മൊത്തം. ഇപ്പോൾ ഷബീർക്ക എൻ്റെയും ഫ്രണ്ടായി. അങ്ങനെ ഷബീർക്കയുടെ ഡോൾ ഹൗസിലൊക്കെ നമ്മളൊന്ന് കയറി. പിന്നെ ഞാൻ അവിടുത്തെ സീസണൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് അതായത് ഓരോ സീസണിലാണ് സംഭവങ്ങൾ കൊണ്ടുവയ്ക്കുക. അപ്പോൾ അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഇമ്പോർട്ട് ചെയ്ത ഐറ്റംസ് ഒക്കെ അവിടെ കുറേ ഉണ്ടായിരുന്നു. ഇതൊക്കെ മേടിക്കാൻ ഞാൻ മറന്നുപോയിടാൻ. ഞാൻ സത്യം പറഞ്ഞാൽ ആ ക്രിസ്മസിൻ്റെ ആ ഒരു പുറത്തിടുന്ന നക്ഷത്രങ്ങളിലേക്കും മാല ബൾബിക്കും എൻ്റെ ഒരു കോൺസെൻട്രേഷൻ വന്നു. പിന്നെ ഞാൻ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ മേടിക്കാൻ മറന്നുപോയി. അപ്പോൾ ചേച്ചി പറഞ്ഞു വെള്ള നക്ഷത്രം ഇടാൻ നമുക്ക് എന്ന് പറഞ്ഞു. ഞാനും ചേച്ചിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അമ്മ മരിച്ചിരിക്കുന്ന കാരണം കൊണ്ട് നമ്മൾ പൊതുവായിട്ട് ഈ വക ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കും ഒരു വർഷത്തേക്കെങ്കിലും. അപ്പോൾ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അത്ര വിപുലമായിട്ട് ചെയ്തില്ല. അപ്പം ഞാൻ ഇപ്രാവശ്യം ചെയ്തു, നക്ഷത്രങ്ങളൊക്കെ ഇടും നമ്മൾ, കാരണം ശ്രീകുട്ടൻ്റെ ഒരു ഓർമ്മയിലേക്ക് എന്നുള്ള രീതിയിൽ നമ്മളൊന്നും ഒഴിവാക്കാറില്ല. എന്നാലും ഞാൻ ഇപ്രാവശ്യം കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്ത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ കളക്ഷനുകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിൽ ചെല്ലണം. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, ഒരു സാധാരണക്കാരുടെ കടയാണ്. നമ്മൾ ചെല്ലുമ്പോൾ നല്ല തിരക്കുണ്ടാവും. പിന്നെ ഇതുപോലെ ഒരു പയ്യനെയൊക്കെ കൂട്ടുപിടിച്ച് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒപ്പിച്ചെടുക്കൽ നമ്മുടെ കഴിവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു ട്രീ മേടിച്ചായിരുന്നു. പിന്നെ ഇവിടെ ഇതുപോലത്തെ ബാസ്ക്കറ്റുകളിലാക്കിയിട്ട് കിടുങ്ങാമണികളൊക്കെ ധാരാളം വെച്ചിട്ടുണ്ട്, കുറേ ഐറ്റംസ് വെച്ചിട്ടുണ്ട് നമുക്ക് അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഇതുപോലത്തെ സ്റ്റാറുകളും അതുപോലെ തന്നെ ഇതുപോലത്തെ ടെഡി ബിയറുകളും പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരെണ്ണം മേടിച്ചായിരുന്നു കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ റീൽ കണ്ടിട്ടുള്ളവർക്ക് നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ആയാലും ഓണത്തിൻ്റെ ഡെക്കറേഷൻസ് ആയാലും അതുപോലെ തന്നെ എന്തായാലും എന്ത് കാര്യങ്ങൾക്കായാലും ഇവിടെ കേരള ഫാൻസിൽ വലിയൊരു കളക്ഷൻസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ടാവും. അത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഞാൻ പോയപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു മാത്രം. ഒരു റീത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇത് ഞാൻ മേടിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ എടുത്തതാണ്. പിന്നെ എനിക്ക് തോന്നി ഇത് നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന്. പക്ഷെ അതുമത്തെ സ്പഞ്ചും കാര്യങ്ങളൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല. പിന്നെ ഒരുപാട് ഫോട്ടോസ് എടുത്തു ഞാൻ അവിടെ നിന്ന്, അതൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ക്രിസ്മസ് പാപ്പാനെ എടുത്തു. പിന്നെ അവിടുത്തെ കസ്റ്റമർ സർവീസ് അടിപൊളിയായിരുന്നു. ഈ പയ്യൻ ഭയങ്കര വൈബായിരുന്നു. പുള്ളി ഞങ്ങൾക്ക് ഓരോരോ ഐറ്റംസും ഇത് വേണോ ചേച്ചി പുതിയ ഐറ്റം ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് ആ ഒരു കെയർ ഉണ്ടല്ലോ, അത് കിട്ടുന്ന കാരണം കൊണ്ട് കസ്റ്റമർ സർവീസ് ഒരു കടേനെ വലിയ രീതിയിൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് ഒരെണ്ണം എടുത്തു, അപ്പുറത്ത് നിൽക്കണ്ടായിരുന്ന മണി ഒരെണ്ണം എടുത്തു, ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേയൊക്കെ മറന്നും പോയിട എടുക്കാൻ വേണ്ടിയിട്ട്, എല്ലാം അങ്ങനെ നിരന്നിങ്ങനെ കിടക്കുക. അപ്പുറത്തും ഒക്കെ ഷോപ്പുകളുണ്ട് കേട്ടോ, ക്രിസ്മസ് പാപ്പകളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ എന്താ പറയുക, വലിയ ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതായത് പള്ളികളിലേക്കുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ തൊട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് കുഞ്ഞേ പുൽക്കൂട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്കുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതുപോലത്തെ വെറൈറ്റികളൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചി പാമ്പിനെയൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോൾ ഹൗസിലൊക്കെ കയറി കറങ്ങി വന്നപ്പോഴേക്കും ഞങ്ങളുടെ ബില്ലൊക്കെ സെറ്റായി. അങ്ങനെ ഞങ്ങൾ അതൊക്കെ മേടിച്ച് ഒരു ബാഗ് മേടിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ അവിടെ കുറേ ബാഗിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വില നോക്കാം, എന്നിട്ട് പറയാം ഒലക്ക ഒലക്കെന്നാണ്.
ഞങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പർച്ചേസിന് ഏറ്റവും അനുകൂലമായ സാഹചര്യം ഒരുക്കി തരുന്നത് പുത്തമ്പള്ളിയുടെ സൈഡുകളാണ്. അവിടെ നിറയെ ബാഗുകളുടെയും അതുപോലെ തന്നെ ചെരുപ്പുകളുടെയും ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ പുത്തമ്പള്ളിയുടെ നേരെ ഫ്രണ്ടാണ്. ഇതാണ് നമ്മുടെ പുത്തമ്പള്ളി. ഇങ്ങനെയൊന്നുമല്ല കേട്ടോ, ഗംഭീരാണ്. ഞങ്ങൾ പുത്തമ്പള്ളിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് തന്നെ ചന്ദ്രനിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആ ഒരു കുരിശ് കാണുമെന്നാണ്. അത്രയ്ക്കും മനോഹരവും വലുപ്പവും ഏറിയതുമാണ് അത്ര. നമ്മുടെ ഏഷ്യയിലത്തെ ഏറ്റവും വലിയ പള്ളി അങ്ങനെയുള്ള ഒരു അംഗീകാരമൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ നമ്മൾ പള്ളിയുടെ ഫോട്ടോസൊക്കെ എടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തോംസൺ കാസേ പോയിട്ടുണ്ടായിരുന്നു. വല്ലപ്പോഴും ഒന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കുഞ്ഞനെയും ചേച്ചീനെ ഒക്കെ കൊണ്ട്, കുഞ്ഞിന് ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്ന ഒരാളാണ് കുഞ്ഞൻ. അപ്പോൾ ആളുടെ ഫസ്റ്റ് ഓപ്ഷനാണ് തോംസൺ കാസേ. അവിടെ പോയിട്ട് പറയും ചെറിയ മെനു ആണെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കിട്ടും എന്നാണ് ആൾ പറയാറുള്ളത്. അങ്ങനെ അവിടെ ചെന്നിട്ട് അവിടേക്ക് വരാനായിട്ടുള്ള മെയിൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുമ്പായി കൊമ്പൂച്ചിയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആൾ കണ്ടായിരുന്നു അത്രേ. അപ്പോൾ മേടിച്ചു തരാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ മേടിച്ചു കൊടുത്തില്ല എന്നാണ്. ഞാനത് ആലോചിച്ചിട്ടോ ചിന്തിച്ചിട്ടോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം വലിച്ചു വാരി ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ആൾ കേട്ടോ. മാമനും മോൾക്കും ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായി. ഇവർ ഒരേ വൈബിളുള്ള ആൾക്കാരാണ്. അപ്പോൾ പറയാം നല്ല കിക്കാണ് ചുറ്റാ അതെന്ന്. അങ്ങനെ കിക്കൊന്നുമില്ല കേട്ടോ, ഒരു ജ്യൂസ് പോലെ തന്നെ. പക്ഷെ കുടിച്ചു കഴിയുമ്പോൾ നമുക്കൊരു എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ ഒല്ലൂർ വീട്ടിൽ ഈ ബീഫ് ഐറ്റംസ് പൊതുവെ കുറവാണ് വിൽക്കലൊക്കെ. അവിടെ അമ്പലം ഉണ്ട് അടുത്ത് തൊട്ട് തന്നെ. അപ്പോൾ തൊട്ടപ്പുറത്താണ് അമ്പലം. അപ്പോൾ നമ്മളിങ്ങനെ ബീഫ് ഐറ്റംസ് ഒഴിവാക്കുന്ന നോൺ വെജ് അങ്ങനെ വലിയ കാര്യമായിട്ട് കഴിക്കുന്നതല്ല ചേച്ചിയും കുഞ്ഞിന്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ബീഫും അതുപോലെ തന്നെ നാണാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ചേച്ചിയാണ് സെർവ് ചെയ്യുന്ന ആൾ. ചേച്ചിയാണ് സെർവ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആൾ. പിന്നെ ചിക്കൻ്റെ നമ്മളെന്താ മേടിച്ചത്, ചിക്കൻ എന്തോ മേടിച്ചടാ, എഴുതി വെക്കണം ഇനി പോകുമ്പോൾ. പിന്നെ ബീഫ് വരട്ടിയത് വറ്റിച്ചത്, ബീഫ് അങ്ങനെ വറ്റിച്ചത് നോക്കുന്നത്. ഇത് നമ്മൾ സൈഡായിട്ട് ഒരു പൊട്ടറ്റോ മുറിച്ച് വെച്ച് അതുമ്പോൾ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി. മാത്രമല്ല അവിടുത്തെ മയണൈസും നല്ല അടിപൊളിയായിട്ട് തോന്നി. ചിക്കൻ നമുക്കുള്ളത് മാത്രം നമ്മൾ മേടിച്ചോളൂ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ എല്ലാം മേടിച്ച് പാഴ്സലാക്കി കൊണ്ടുവരികയാണ് പതിവ്. മേടിച്ചിങ്ങനെ വെച്ചിട്ട് ബാക്കിയുള്ളത് പാഴ്സലാക്കാൻ പറയും. അത് അവർക്കും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ നിന്ന് കഴിച്ച് വയറ് നിറയ്ക്കാം എന്നുള്ള ഒരു തീരുമാനത്തോട് കൂടിയിട്ടാണ് നമ്മൾ തുടങ്ങിയത് പോലും കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ച് സെറ്റായിട്ട് നമുക്കിനി പതുക്കെ ഇവിടെ നിന്ന് വിട്ടാലോ. അതിൻ്റെ ഇടയിൽ ഒരു റൈസും കൂടെ മേടിച്ചായിരുന്നു. പക്ഷെ ഇത് നമ്മൾ പാഴ്സൽ ചെയ്തു. ഇത് നമ്മളെല്ലാവർക്കും കൂടി കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ എല്ലാവർക്കുള്ള ചെരുപ്പ് മേടിച്ചത് ഏട്ടായിനൊക്കെ കാണിച്ച് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും വിളക്കൊക്കെ വെച്ചു. ഭയങ്കര രാത്രിയായിട്ടുണ്ടായിരുന്നു. ഒരു 7:30 ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ വിളക്ക് വെക്കൽ മുടക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ മലയുടെ മുകളിൽ നിന്ന് കണ്ട ഒരാളെ എത്തി നോക്കുന്നത് നമ്മളെ അങ്ങനെ നമ്മുടെ ദിവസം ഇവിടെ അവസാനിക്കുക. എന്താ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു പുതിയ ക്ലോക്കാണ് കേട്ടോ. ഈ ക്ലോക്കിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. പക്ഷേ ഈ ക്ലോക്കിനല്ല, അത് നമ്മുടെ വീട്ടിലത്തെ ക്ലോക്കിനായിരുന്നു. 10-25 കൊല്ലത്തെ കഥ പറയാനുള്ളത്. ഞാൻ അതുപോലത്തെ ഒരെണ്ണം നമ്മുടെ വീട്ടിൽ മേടിച്ചിട്ടതാ. ഞാൻ സമയം നോക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീട്ടിലത്തെ ഈ സെയിം അജന്തയുടെ ക്ലോക്കിൽ നിന്നാണ്. ഇതിൻ്റെ പ്രത്യേകതയാണ് നിങ്ങളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ ഓരോ മണിക്കൂറിലും അതിൻ്റെ സമയം നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങളുള്ളൂ. നാളെ കാണാം. സ്നേഹപൂർവ്വം, ശ്രീജ.